ചെറുചിരിയുമായി ലേഖയും ചാരുവും കയറി വരുന്നുണ്ട്. അവനെതിരാമേ പാലിന് തീ പിടിച്ചതുപോലെ ഓടിയത്. നീ അകത്തേക്ക് വാ, പറയാം. ലേഖ അവൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. രാമകൃഷ്ണൻ ചാരുവിൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് പോയതാണ്. കുറച്ച് ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് രാധാകൃഷ്ണനായിരുന്നു. മോളെ, കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ. ലേഖ ചാരുവിനോട് പറഞ്ഞപ്പോൾ അവൾ ഓടി അടുക്കളയിലേക്ക് പോയി. നിങ്ങളൊക്കെ എവിടെ പോയതാ? നിന്റെ അനിയനില്ലേ ആ വെട്ടുപോത്ത്? നീ പറഞ്ഞ ആ കൊച്ചില്ലേ ഉർവശി, അതിനോട് നിന്റെ പണി കാണിച്ചു. ഹിരൺമയി കണ്ണുകൾ ചുരുക്കി അമ്മയെ നോക്കി. ലേഖയെല്ലാം അവനോട് പറഞ്ഞു. ഒടുവിൽ ചന്തു വന്ന പറഞ്ഞ കാര്യങ്ങളടക്കം. ഹിരൺമയി തറഞ്ഞിരിപ്പായിരുന്നു. ഒക്കെ കേട്ടപ്പോൾ ആ കുട്ടി ഒന്ന് കാണണമെന്ന് തോന്നി. അതാ അപ്പം തന്നെ പോയത്. നീ പറഞ്ഞതുപോലെ തന്നെ അച്ചുവേ, നല്ലൊരു പാവം കൊച്ച്. അതുമാത്രമല്ല വലിയേട്ടാ, വല്യമ്മ ഒരു പണി കൂടി ഒപ്പിച്ചു. ചാരു ഹിരൺമയുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എന്തു പണി? വലിയമ്മ പോരാൻ നേരത്ത് ആ ചേച്ചിയുടെ അമ്മായിയമ്മയോട് പറഞ്ഞു കുഞ്ഞേട്ടന് ചേച്ചിയെ കെട്ടിച്ചു തരുമോന്ന്. ഹിരൺമയി വാ തുറന്ന് അമ്മയെ നോക്കി. എന്തിനമ്മ ഇത്രയും ധൃതി കാണിച്ചത്? സാവധാനം പോരായിരുന്നോ? അല്ലെങ്കിലും ആ കുട്ടി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ കണ്ടുമുട്ടൽ പോലും അത്ര സുഖകരമായിരുന്നില്ല. പതുക്കെ പതുക്കെ അവരെ ഒന്ന് അടുപ്പിച്ചിട്ട് പോരായിരുന്നോ? ഹിരൺമയി വല്ലായ്മയോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനത് ഉദ്ദേശിച്ചല്ലായിരുന്നു അവിടെ പോയത്. ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ ചോദിച്ചു പോയതാ. ചോദിച്ചു വെച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ ഒരു ചമ്മലൊക്കെ വരില്ലേ? പതിയെ പതിയെ രണ്ടാളും അടുത്തോളും. അതിനിടയ്ക്ക് നിന്റെ കാര്യം കൂടി ശരിയാക്കണം. അതെന്തായാലും ഇപ്പോൾ വേണ്ട. ഒരിക്കൽ മനസ്സിനേറ്റം മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഇനി ഉടനെ ഒന്നും വേണ്ടമ്മേ. ഹിരൺമയി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയപ്പോൾ ലേഖയും ചാരുവും അവനെ വേദനയോടെ നോക്കി. വിസ്തൃതമേറിയ തൻ്റെ ബെഡിൽ കുറുകെ കിടക്കുകയായിരുന്നു വിക്രം. അവൻ്റെ മനസ്സിൽ അന്നേരം കുറച്ചു മുൻപ് വരെ സംഭവിച്ച നിമിഷങ്ങൾ മിന്നിമാഞ്ഞു. ഈ അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാണ്? ഞാൻ എങ്ങനെ അവളോട് കലിപ്പിറ്റ് നിൽക്കും? എന്തോ അവളോട് തല്ലുകൂടാനാണ് തോന്നുന്നത്. വെറുതെ ഫയർ ചെയ്യാനാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് അവളുടെ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ ഉള്ളിലൊരു വിങ്ങൽ പോലെ. അസ്വസ്ഥനായി അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അതിൻ്റെ പേരാണ് മോനെ പ്രണയം. അത് കാലനെ വരെ കാമദേവനാക്കും. ഹിരൺമയി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ വിക്രം മുഖം കയറ്റിപ്പിടിച്ചിരുന്നു. ഓ വന്നോ? നിന്റെ കുറുവൻ കൂടിയേ ഇനിയുള്ളൂ, വിക്രം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആകെ നാണം കിട്ടുപോയി. അവളുടെ കാര്യമൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയാണ് കാണാമെന്ന് കരുതി പോയത്. അവിടെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അവർ അവളുടെ സ്വന്തം അമ്മയെപ്പോലെയാണ് നോക്കുന്നത്. അവരോട് പോയി ചോദിക്കുമോ മോൻ്റെ ഭാര്യയെ അമ്മയുടെ മോന് കെട്ടിച്ചു കൊടുക്കുമോന്ന്? വിക്രം ചമ്മലോടെ പറഞ്ഞപ്പോൾ ഹിരൺമയി ഉറക്ക പൊട്ടിച്ചിരിച്ചുപോയി. വിക്രം തലയിണയെടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു. നീ ചിരിക്കാതെ എണ്ണിട്ട് പോയേ. നാളെ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുമെന്ന് പറഞ്ഞു നിൽക്കുക. വിക്രം പുച്ഛിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഷർട്ട് ഊരിമാറ്റി ഒരു സ്ലീവ്ലെസ് ടീഷർട്ട് എടുത്തിട്ടു. ശരിയാ, നിങ്ങൾ അവിടേക്ക് പോയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അത് നന്നായി. ഇല്ലെങ്കിൽ അവിടെ വേറെ പെണ്ണുണ്ടായിരുന്നു. എങ്കിൽ അമ്മ നിന്റെ കെട്ടു ഉറപ്പിച്ചേനെ. ആ എന്ത് ചെയ്യാം, ആ കൊച്ചിന് സഹോദരിമാരില്ലല്ലോ, ഹിരൺമയി നെടുവീർപ്പോടെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവനൊരു കൊലച്ചിരി. മുഖത്ത് നോക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? നാളെ അവൾക്ക് പഴയ സ്ഥലത്ത് ഡ്യൂട്ടി കൊടുത്താൽ മതി. അസിസ്റ്റൻറ്റ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു വിട്. അത് പറ്റില്ല. അവൾക്ക് പകരം വേറൊരാളെ അവിടെ ഡ്യൂട്ടിക്ക് നിർത്തി. ഇനി പറ്റി പറഞ്ഞാൽ അവളെവിടെ പോയി ഡ്യൂട്ടിക്ക് നിൽക്കും? വിക്രം ചവിട്ടിക്കുലുക്കിക്കൊണ്ട് ബെഡിൽ വന്നിരുന്നു. ഹിരൺമയ്ക്ക് അവൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചിരി വന്നു. കുഞ്ഞാ, കൂടെ കൂട്ടിക്കൂടെ നിനക്കവളെ? അത്രയും നല്ലൊരു കുട്ടിയെ ഇനി നിനക്ക് കിട്ടില്ലടാ. സ്വത്തിലും പണത്തിനും ഒന്നുമല്ല സ്ഥാനം, അത് മനസ്സിനാ. വിക്രത്തിൻ്റെ അമ്മ ഇപ്പോഴും അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നെങ്കിൽ അവൾ എത്രമാത്രം സ്നേഹം അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആലോചിച്ച് തീരുമാനിക്കൂ കുഞ്ഞാ. അതോ അവളൊരു രണ്ടാം കെട്ടുകാരി ആയതാണോ നിന്റെ പ്രശ്നം? എങ്കിലൊരിക്കലും വേണ്ട കുഞ്ഞാ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും കരട് വീണ് കഴിഞ്ഞാൽ അവൾ വീണ്ടും വേദനിക്കും. ഹിരൺമയി വിക്രത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പറയും അവൾ രണ്ടാം കെട്ടാണെന്ന്? പിന്നെ അവൻ്റെ അമ്മയ്ക്ക് അവളോടത് കുറ്റബോധമാണ്. അവർ കാരണമല്ലേ മകൻ ഇഷ്ടമില്ലാതെ അവളെ കെട്ടിയതും അവനവളെ വെറുപ്പ് തോന്നിയതും. ഒരുപക്ഷെ അവൾക്ക് ഇങ്ങനെയൊരു വിധി ഉണ്ടാവില്ലായിരുന്നു ഏട്ടാ. കാരണം അവളെ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അയാളുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ചിട്ട് അവളുടെ അച്ഛൻ മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കുമായിരുന്നു. ഇന്ന് ഞാൻ കണ്ടതാ അയാളുടെ കണ്ണിലെ അവളോടുള്ള വറ്റാത്ത സ്നേഹത്തിൻ്റെ കണ്ണീരുറവ. വിക്രത്തിൻ്റെ മനസ്സിൽ ചന്തുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ആയിരിക്കും, പക്ഷേ അവൾ ഒരിക്കലും അവനെ മറ്റൊരർത്ഥത്തിലും കണ്ടിട്ടില്ല കുഞ്ഞാ. വൈദേഹിക്ക് ചന്ദ്രജിത്ത് എന്നും കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്താണ്. അതൊരിക്കലും മാറാനും പോകുന്നില്ല. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവനെ വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ, സഹോദരസ്ഥാനത്ത് കണ്ട ആളിനെ അവൾക്ക് ഭർത്താവായി അംഗീകരിക്കാൻ കഴിയുമോ? അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആ ജീവിതവും അവൾക്കത്ര നല്ലതായിരിക്കില്ല സമ്മാനിക്കുക. കഥകളിലൊക്കെ ഉണ്ടാകും ഇഷ്ടമില്ലാതെ വിവാഹം കഴിക്കുക, പിന്നെ പരസ്പരം പ്രണയിച്ച് ജീവിക്കുക എന്നൊക്കെ. സാധാരണ ജീവിതത്തിൽ അതൊന്നും ഫലവത്താവില്ല കുഞ്ഞാ. ഓരോ വ്യക്തികൾക്കും നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അതിനപ്പുറത്തേക്ക് അവരെ കാണാൻ നമുക്ക് കഴിയില്ല. നീ ആലോചിച്ച് തീരുമാനമെടുക്കുക.
ഹിരൺമയി അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് മുറി വിട്ട് പുറത്തേക്ക് പോയി. വിക്രം അവൻ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. വൈദു ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. 3 പേരും അവളുടെ അടുത്തുണ്ട്. രാധികയ്ക്ക് വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ടായിരുന്നു. വൈദു, നീ എന്താ ആലോചിക്കുന്നത്? പ്ലീസ് അമ്മ, എന്നെ നിർബന്ധിക്കരുത്. ഒരിക്കൽ ഇതുപോലെ ആലോചിച്ച് വന്നതല്ലേ അമ്മയും. എന്നിട്ട് എന്തായി? സാറിന് എന്നെ ഇഷ്ടമല്ല, പോരാത്തതിന് ദേഷ്യവും. അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം എനിക്ക് പറ്റില്ലമ്മേ. വൈദു തലയിണയിൽ മുഖമമർത്തി കരഞ്ഞു. രാധിക അവളുടെ തലയിൽ തഴുകി കൊടുത്തു. വൈദു, അവർ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നീ കരുതുന്ന പോലെ അയാൾ അത്ര ഭീകരനൊന്നുമല്ല. ഞാൻ അത് നേരിട്ട് മനസ്സിലാക്കിയതാ. ചന്തു അവളെ നോക്കി പറഞ്ഞു. പാവോ, ആ കണ്ടമൃഗമോ, ദുഷ്ടൻ. വൈദു പെട്ടെന്ന് തിരിഞ്ഞു കിടന്ന് മുഖം വീർപ്പിച്ച് പറഞ്ഞപ്പോൾ 3 പേർക്കും ചിരി വന്നു. കണ്ടോ, ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നവളാ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ വീറോടെ ചാടി എണ്ണിച്ചത്. നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാവുന്നേ, രാധിക അവളോട് പറഞ്ഞു. വേണ്ട അമ്മ, ഒരിക്കലും എൻ്റെ കഴുത്തിൽ താലി വീണതല്ലേ. എന്നിട്ട് എന്തായി? എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ സാറിന് കിട്ടും. അമ്മ ഇത് വിട്ടേക്ക്. ആൻറ്റി, ഇവളോടിപ്പോൾ ഒന്നും സംസാരിക്കണ്ട. ഇപ്പം വന്നാൽ കേസ് കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തട്ടും. ചന്തു കുറുമ്പോടെ പറഞ്ഞപ്പോൾ വൈദു മുഖം വീർപ്പിച്ച് എഴുന്നേറ്റു. ഉണ്ണിയമ്മ ചന്തുവിനെ നോക്കി. അവൻ്റെ മുഖത്ത് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ചന്തുവിൻ്റെ മുഖത്തിനൊരു തിളക്കമുണ്ട്. അവർ സമാധാനത്തോടെ അവർക്ക് പിന്നാലെ പോയി. പിറ്റേന്ന് രാവിലെ വൈദുവിന് ഡ്യൂട്ടിക്ക് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഉണ്ണിയമ്മ അവളെ ഉന്തിത്തള്ളിയാണ് വിട്ടത്. ചന്തുവിന് നാളെ പെണ്ണ് കാണാൻ പോകുന്നത് കൊണ്ട് വൈദു ഓഫ് ചോദിച്ചിരുന്നു. ഹിരൺമയി അവൾക്ക് ലീവ് കൊടുത്തു. ഹോസ്പിറ്റലിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് മടിച്ചാണ് വൈദു പഞ്ച് ചെയ്ത് അകത്തേക്ക് പോയത്. വൈദുവിന് വിക്രത്തിൻ്റെ കൂടെയാണ് ഡ്യൂട്ടി ഉള്ളതിനാൽ ലാബിൽ നിന്നൊരു സ്റ്റാഫിനെ കളക്ഷൻ ഏരിയയിലേക്ക് ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നു. ഹിരൺമയോട് പറഞ്ഞ് ഡ്യൂട്ടി മാറ്റണമെന്ന് തീരുമാനിച്ചിട്ടാണ് വൈദു ഹിരൺമയുടെ ക്യാബിൻ തുറന്നു കയറിയത്. ആഹാ, ഉറൂഷിയോ? ഹിരൺമയി പുഞ്ചിയോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് പഴയ സ്ഥലത്ത് ഡ്യൂട്ടി തരുമോ? ഹിരൺമയി അവളെ ഒന്ന് നോക്കി. വൈദുവിനെ ഡ്യൂട്ടി മാറ്റിയാൽ വിക്രവുമായി അകലുമെന്ന് ഹിരൺമയി മനസ്സിലാക്കിയിരുന്നു. ഹിരൺമയുടെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയ സമയമായിരുന്നു അത്. അയ്യോ, അത് പറ്റില്ലല്ലോ. ലാബിൽ നിന്നൊരു കുട്ടിയെ ഡ്യൂട്ടി കിട്ടുപോയി. തൽക്കാലം ഈ ഒരു വീക്ക് താൻ കുഞ്ഞിനൊപ്പം നിൽക്ക്, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഹിരൺമയി പറഞ്ഞപ്പോൾ വൈദു മുഖം വീർപ്പിച്ചു നിന്നു. ഹിരൺമയ്ക്ക് അത് കണ്ട് ചിരി വന്നു. വല്ലാത്ത കഷ്ടമാണ് സാർ, വൈദു നീരസത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹിരൺമയി ചിരിച്ചുകൊണ്ട് ലാപ്പിലേക്ക് കണ്ണു നെട്ടു. വിക്രത്തിന്റെ കൺസൾട്ടിംഗ് റൂം തുറന്ന് വൈദു അകത്തേക്ക് കയറി. അവിടെയൊക്കെ സെറ്റ് ചെയ്ത് AC ഓൺ ചെയ്തിട്ടു. റൂം ഫ്രഷ്നർ എടുത്ത് റൂമിലാകെ അടിച്ചു. 9:30 ആയപ്പോൾ പേഷ്യൻസ് വരാൻ തുടങ്ങി. അവരുടെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി ടോക്കൺ ഓർഡറിൽ അടുക്കി വെച്ചു. 10 മണിക്കാണ് OP തുടങ്ങുന്നത്. നാളെ മുതൽ റൗണ്ട്സ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിക്രത്തോടൊപ്പം വാർഡിലും റൂമിലും ഒക്കെ പോകേണ്ടി വരും, ഒരു വാല് പോലെ. വൈദുവിന് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വിക്രം വാതിൽ തുറന്നു വന്നു. വൈദു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൻ ആദ്യം അവളെ കണ്ടെന്നു പതറിയെങ്കിലും ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞിരുന്നു. രണ്ടാൾക്കും പരസ്പരം നോക്കാൻ ഒരു ചമ്മലുണ്ടായിരുന്നു. പക്ഷെ ആദ്യം സംസാരിച്ചത് വിക്രമായിരുന്നു. എത്ര പേരുണ്ട്? അടുക്കി വെച്ചിരിക്കുന്ന OP കാർഡ്സ് നോക്കി വിക്രം ചോദിച്ചു. ഇതുവരെ 11 പേർ. ഇതെന്താ ഈ സിസ്റ്റം ഓണാക്കി വെക്കാത്തത്? വിക്രം ദേഷ്യത്തിൽ അവളോട് ചോദിച്ചപ്പോഴാണ് ആ കാര്യം വൈദു ഓർമ്മിച്ചത്. സോറി, അവൾ അതും പറഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്ത് CPU ഓണാക്കി. പക്ഷെ നെറ്റ് കണക്ട് ആവുന്നില്ലായിരുന്നു. വൈദു മുട്ടുകുത്തിയിരുന്നു കൊണ്ട് മോഡം കയ്യിലെടുത്ത് ഒന്നുകൂടെ ഓണാക്കി. പെട്ടെന്ന് അതിൽ നിന്നും എർത്തു വന്നിരുന്നു. കയ്യിൽ ഷോക്ക് അടിച്ചപ്പോൾ വൈദു പെട്ടെന്ന് പിന്നിലേക്കാഞ്ഞു. എന്താ? വിക്രം അവളെ വീഴാതെ ചേർത്ത് പിടിച്ചു. നിലത്ത് വീണ് വിക്രത്തിന്റെ കാലുകളിൽ ചാഞ്ഞിരിക്കുന്നത് പോലെയായിരുന്നു വൈദു കിടന്നത്. വിക്രത്തിന്റെ കൈകൾ അവളുടെ ഇരുചുമലിലും പിടിച്ചിട്ടുണ്ട്. ഷോക്ക് അടിച്ചതാ, കൈ കുടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ വിക്രം ചെയറിൽ നിന്ന് എണീറ്റ് അവളെ എടുത്തുയർത്തി കസേരയിലിരുത്തി. വൈദു പക്കപ്പോടെ അവനെ നോക്കി. ഇപ്പോൾ അടിച്ചതിനേക്കാൾ വലിയ ഷോക്കിലായിരുന്നു അവൾ. വിക്രം യാതൊരു ഭാവഭേദവുമില്ലാതെ മോഡം ചെക്ക് ചെയ്തു. അതിൻ്റെ ഒരു വയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. വിക്രം അതിലൊരു ടേപ്പ് എടുത്ത് ചുറ്റിവെച്ചു. അപ്പോൾ നെറ്റ് കണക്ഷൻ വന്നിരുന്നു. വിക്രം ഹാൻഡ് റബ്ബ് എടുത്ത് കയ്യിൽ തേച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ അവൻ്റെ ചെയറിൽ വായും പൊളിച്ചിരിക്കുന്ന വൈദുവിനെയാണ് കണ്ടത്. ഡോക്ടർ മാഡം ഒന്ന് എണ്ണിച്ചാലും, അവൻ കളിയാക്കി പറഞ്ഞപ്പോൾ വൈദു പെട്ടെന്ന് എണ്ണീറ്റ് നിന്നു. കോണ്ടാമൃഗം, പറയുന്ന കേട്ടതൊന്നും ഞാൻ തന്നെ കയറിയിരുന്നതാണെന്ന്. നാണമില്ലാത്ത മനുഷ്യൻ, എടുത്തിരുത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ. വൈദു പിറുപിറുത്തുകൊണ്ട് അവനെ നോക്കി. അവൾ കൈ കഴുകാനായി തിരിഞ്ഞപ്പോൾ വിക്രം അവളെ പിടിച്ചു വലിച്ചു. പെട്ടെന്നായതുകൊണ്ട് ബാലൻസ് തെറ്റി വൈദു അവൻ്റെ മടിയിൽ വന്ന് വീണു. വൈദു വെപ്രാളത്തോടെ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ വിക്രം അവളെ പിടിച്ചു വെച്ചു. എന്ത് തീരുമാനിച്ചു കാന്താരി മുളകെ? ഇന്നലെ അമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത്. വിക്രം അവളെ അമർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളിൽ നോക്കി ചോദിച്ചു. വൈദുവിന് മേലാകെ തണുപ്പ് തോന്നി.
വെപ്രാളവും വിറയിലും കാരണം നെറ്റിത്തടം വിയർത്തു തുടങ്ങിയിരുന്നു. സാർ വിട്ടെ. അവൾ എണ്ണീക്കാൻ ശ്രമിച്ചപ്പോൾ വിക്രം അവളെ കൂടുതൽ അമർത്തി പിടിച്ചു. വിടാം. അതിനു മുൻപ് നീ ഒന്ന് കേട്ടോ. നിന്റെ എരിവും പുളിയും ഒക്കെ ഇനി എനിക്ക് മാത്രം മതിയടി കാന്താരി മുളകെ. എന്നിൽ നിന്നൊരു മോചനം നിനക്ക് ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവനെ വൈദ്യു മിഴിച്ചു നോക്കി. വായും തുറന്നു കിടക്കാതെ അടിച്ചു പോടി. വിക്രം കൈകളെടുത്ത് മാറ്റിയിട്ട് അവളെ സ്വതന്ത്രയാക്കി. വൈദ്യുവിന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. വിക്രം പല്ല് കടിച്ചുകൊണ്ട് അവളെ എണ്ണയിപ്പിച്ച് നിർത്തി. പേഷ്യൻസിനെ വിളിക്കുക. അവനതും പറഞ്ഞ് സോഫ്റ്റ്വെയർ ഓണാക്കി. ഊന്ത്, പലപ്പോഴും പല സ്വഭാവം. വൈദ്യു അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് ഒന്നാമത്തെ ടോക്കൺ വിളിച്ചു. പേഷ്യൻസ് കുറവായതിനാൽ 1 മണിയായപ്പോൾ OP കഴിഞ്ഞു. ഇനി ഇവിടെ താളം പിടിച്ച് നിൽക്കാതെ പോയി കഴിച്ചിട്ട് വാ. ഇത് കഴിഞ്ഞ് കുറച്ച് വർക്കുണ്ട്, വിക്രം അവളെ നോക്കി പറഞ്ഞു. വൈദ്യു അത്ഭുതത്തോടെ അവനെ നോക്കി. ഇന്നവൻ ഇങ്ങോട്ട് പോയി കൊളൻ പറഞ്ഞു തോർത്ത് അവൾ കണ്ണു മിഴിച്ചു. സാർ കഴിക്കുന്നില്ലേ? എന്നെ കഴിപ്പിക്കാറാവുമ്പോൾ കഴിപ്പിച്ചാൽ മതി. ഇപ്പം പോയി കഴിച്ചിട്ട് വാ പെട്ടെന്ന്. പിന്നെ ആ വാലുകളുടെ കൂടെ അധിക നേരം ക്യാൻറ്റീനിൽ കറങ്ങി നടക്കരുത്. അങ്ങനെ കണ്ടാ ഞാൻ സാലറി കട്ട് ചെയ്യും, ഗൗരവത്തോടെ പറയുന്നവനെ വൈദ്യു സംശയത്തോടെ നോക്കി. അവൻ പറഞ്ഞത് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവൾ ഡോറ് തുറന്ന് പുറത്തിറങ്ങിപ്പോയി. എന്നാലും എൻ്റെ വൈദ്യു, കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് അവിടെ വരെ എത്തിയോ? കഴിക്കാനിരുന്നപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ വൈദ്യു അനുവിനോടും സഞ്ജുവിനോടും പറയുകയായിരുന്നു. വൈദ്യു, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബെസ്റ്റ് ജോഡിയടി, സഞ്ജു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ വൈദ്യു വെള്ളമിരുന്ന ബോട്ടിലെടുത്ത് അവനെ എറിയാൻ നോക്കി. സഞ്ജു പറഞ്ഞത് കാര്യമല്ലേ വൈദ്യു? അതോ നീ ഇനിയും നിന്റെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് ആ സിനിമാറിനെ മനസ്സിലിട്ട് നടക്കുകയാണോ? അനു ഗൗരവത്തിൽ അവളെ നോക്കി ചോദിച്ചു. വൈദ്യുവിൻ്റെ മുഖം വാടിപ്പോയി. എനിക്കൊന്നും അറിയില്ല അനു. ഇനി ഒരാൾക്ക് മുൻപിൽ കൂടി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ വയ്യ. എനിക്ക് ഭയമാണ് ജീവിതത്തോട്. ആദ്യം അച്ഛന് വേണ്ടിയായിരുന്നു ഈ വിവാഹത്തിന് സമ്മതിച്ചെങ്കിൽ പതുക്കെ പതുക്കെ അയാളെ ഞാൻ എൻ്റെ ഭർത്താവായി കാണാൻ തുടങ്ങി. അയാളിൽ പ്രതീക്ഷ വെക്കാൻ തുടങ്ങി. വിവാഹരാത്രിയിൽ അയാളെയും കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ അന്ന് പോയ വിക്രം തിരിച്ചു വന്നത് 3 മാസങ്ങൾ കഴിഞ്ഞാണ്. ഞാനെന്നൊരു ജീവി ആ വീട്ടിലുണ്ടെന്ന് പോലും വിക്രത്തിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ ആ മുറിയിൽ കിടക്കുന്നത് അറിഞ്ഞ് അപ്പുറത്തെ മുറിയിലായിരുന്നു പിന്നെ വിക്രത്തിൻ്റെ താമസം. ഒരു പെണ്ണിന് ഭാര്യയ്ക്ക് അവൾ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവഗണന ഞാൻ അയാളിൽ നിന്നും നേരിട്ടിട്ടുണ്ട്. ശ്രേയ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്രയും നാൾ ഞാനൊരു സങ്കല്പ ലോകത്താണ് ജീവിച്ചതെന്ന് മനസ്സിലായത്. യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു വിവാഹ ജീവിതത്തിൽ ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും പ്രതീക്ഷിച്ച് കാത്തിരുന്നൊരു വീട്ടിൽ. വൈദ്യുവിൻ്റെ കണ്ണുകൾ കലങ്ങിയപ്പോൾ അനു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭക്ഷണം കഴിക്കാൻ വന്ന ഹിരൺമയും വിക്രവും ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. ഹിരൺമയി വിക്രത്തെ രൂക്ഷമായി നോക്കി. നീ അവളെ വല്ലതും പറഞ്ഞോ കുഞ്ഞാ? ഞാനോ? നിനക്ക് വട്ടാണോ? ഞാൻ ഇതിന് ആവശ്യമില്ലാതെ അവളെ വല്ലതും പറയുന്നത്? പോയി നേരിട്ട് തന്നെ ചോദിക്കും. വിക്രം അവൻ്റെ കയ്യിലെ ടിഫിൻ ബോക്സ് വാങ്ങിക്കൊണ്ട് പ്രത്യേകം തിരിച്ചൊരു കോർണറിൽ പോയിരുന്നു. ഹിരൺമയി അവരുടെ അടുത്തേക്ക് പോയി. ഉർവശി, താൻ കരഞ്ഞോ? പെട്ടെന്ന് അവനെ അവിടെ കണ്ടപ്പോൾ വൈദ്യു കണ്ണു തുടച്ച് വികലമായൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. കുഞ്ഞൻ നിന്നെ വലുതും പറഞ്ഞോ? ഏയ് ഇല്ല, സാറൊന്നും പറഞ്ഞിട്ടില്ല, വൈദ്യു പെട്ടെന്ന് തന്നെ പറഞ്ഞു. താൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഗുഡ്, പെട്ടെന്ന് കഴിക്കുക. പിന്നെ സഞ്ജു, 3 പേർക്കും ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്, പോയി വാങ്ങിച്ചോ. ഹിരൺമയി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ സഞ്ജു 32 പല്ലും വെളിയിൽ കാണിച്ച് ചിരിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാൻ പോയി. സർ, അനു വിളിച്ചപ്പോൾ ഹിരൺമയി അവളെ നോക്കി. എന്താടോ? അല്ല സർ, നിങ്ങൾ ഞങ്ങളോട് ഇത്രയും ക്ലോസായി ഇടപെടുന്നത് ചില സ്റ്റാഫ്സിനിടയിൽ ഒരു മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടെന്താ പ്രശ്നം? എടോ, എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പിന്നെ സ്നേഹവും സൗഹൃദവും പിടിച്ചു വാങ്ങേണ്ടതല്ല. നിങ്ങൾ 3 പേരെയും നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രണ്ട്ലിയായി നിൽക്കുന്നത്. മറ്റുള്ളവർ എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് അവരെയും കൂടെ കൂട്ടാം. ഹിരൺമയി അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോയി. അവൾ എന്തിനാ കരഞ്ഞത്? വിക്രം ഹിരൺമയോട് ചോദിച്ചു. നേരിട്ട് പോയി ചോദിച്ചൂടെ? ഹിരൺമയി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. വിക്രം പിന്നെ ഒന്നും പറയാതെ കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വൈദ്യുവിലേക്ക് അവൻ്റെ നോട്ടം പാളി വീഴുന്നുണ്ട്. അന്ന് പിന്നീട് വിക്രം വലുതായൊന്നും അവളെ ചൊറിയാൻ പോയില്ല. അവൾ ആകെ ഡെസ്പാണെന്ന് കണ്ടപ്പോൾ വിക്രം മാക്സിമം അവളെ ഇറിറ്റേറ്റ് ചെയ്യാതെ നോക്കി. അവനിറങ്ങാറായപ്പോൾ തന്നെ അവളോടും പൊയ്ക്കോളാൻ പറഞ്ഞു. വൈദ്യു വണ്ടിയെടുത്ത് എൻട്രൻസിൻ്റെ അവിടെ വന്നപ്പോൾ വിക്രം കാറിൽ ചാരി നിന്ന് അവളെ നോക്കുകയായിരുന്നു. വൈദ്യു വണ്ടി നിർത്തി ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി. മര്യാദയ്ക്ക് നേരെയുള്ള വഴിയിലൂടെ വീട്ടിലേക്ക് പോകണം, അല്ലാതെ കുറുക്കു വഴിയിലൂടെ ഒക്കെ കയറിപ്പോയി പണി ഉണ്ടാക്കി വയ്ക്കരുത്. സാർ എൻ്റെ പിന്നാലെ വരാതിരുന്നാൽ മതി, മുഖം കോട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നിന്റെ പിന്നാലെ നടക്കാൻ നീ എന്താടി അഴകിയ ലൈലയോ? തീപ്പെട്ടിക്കോല് പോലെ ഇരുന്നിട്ട് അഹങ്കാരം. വൈദ്യു കലിപ്പോടെ അവനെ നോക്കി. സാറിന് വല്ല നേർച്ചയുണ്ടോ എന്നോട് ചുമ്മാ ഇനി ചൊറിയാവുന്നു? അന്ന് വന്ന് എന്നെ ഇടിക്കാൻ നോക്കിയത് സാറ്, ആരായാലും ചോദിക്കും. അതേ ഞാനും ചെയ്തുള്ളൂ. അതും മനസ്സിലിട്ടുകൊണ്ട് വെറുതെ എന്നോട് ഉടക്കല്ലേ. എപ്പോഴും ആയോ വല്ലാത്ത ബോറാവും. ശരി, ഉടക്കാൻ വരുന്നില്ല, ഇനി അങ്ങോട്ട് പ്രേമിക്കാം പോരെ?
എന്തായാലും നിന്റെ കെട്ടിയവന് നിന്നെ വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമല്ലേ? വിക്രം ഒരു കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ വണ്ടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദു വാ തുറന്നു നിന്നുപോയി. മാറങ്ങോട്ട്. വൈദു അവനെ വെട്ടിയൊഴിഞ്ഞുകൊണ്ട് ഗേറ്റ് കടന്നുപോയി. അപ്പോഴേക്കും അവിടെ നിന്ന് സെക്യൂരിറ്റി അവൻ്റെ അടുത്തേക്ക് വന്നു. സിനിമ നടനെ തേച്ചിട്ടിപ്പോൾ സാറിൻ്റെ പിന്നാലെ ആയോ പെണ്ണ്? അയാൾ അർത്ഥം വെച്ച് പറഞ്ഞപ്പോൾ വിക്രം കൈകൾ കെട്ടി കാറിൽ ചിരിനിന്ന് അയാളെ നോക്കി. സിനിമാ നടനോ? അതാരാ? ഒന്നും അറിയാത്തതുപോലെ വിക്രം ചോദിച്ചു. സെക്യൂരിറ്റി അതീവ താല്പര്യത്തോടെ മുന്നോട്ട് വന്നു. വിക്രമില്ലേ? അയാൾ തന്നെ. മുൻപൊരു വാർത്ത വന്നിരുന്നു, ഇവൾ അയാളെ കെട്ടിയതാണെന്ന്. പിന്നെ അയാൾ തന്നെ പറഞ്ഞു ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടാണെന്ന്. ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് അയാളുടെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണെന്ന്. വൃത്തികെട്ട സ്വഭാവമാണ് ആ പെണ്ണ്. പറഞ്ഞു തീർന്നതും അയാളുടെ ചെവിടടക്കം ഒന്ന് പൊട്ടിച്ചിരുന്നു വിക്രം. അയാളുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി. നാളെ മുതൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നിന്റെ സേവനം ഇനി ഈ ഹോസ്പിറ്റലിന് ആവശ്യമില്ല. ഇനി പരദൂഷണം പറയാൻ വേറെ സ്ഥലം നോക്കിയോ? എൻ്റെ ഹോസ്പിറ്റലിൽ നടക്കില്ല. അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് വിക്രം കാറെടുത്തു പോയി. ജോലി പോയെന്നത് വിശ്വസിക്കാനാകാതെ അയാൾ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴും കവിള് പുകയുന്നുണ്ടായിരുന്നു.